നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിൽ ഒരു കൂട്ട ആത്മഹത്യ നടന്നിരിക്കുന്നു. ഇന്നലെയാണ് നടന്നത്. ഇന്നാണ് 4 പേരുടെയും ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും 2 കുഞ്ഞുങ്ങളും അവരുടെ 4 പേരുടെയും മൃതശരീരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ പിറവത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. പുഴയിൽ ചാടിയാണ് ഒരു കുടുംബത്തിലെ 4 പേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കേരളം മുഴുവൻ ഒന്നടങ്കം ഒരു നെഞ്ചുപൊട്ടുന്ന ഒരു വാർത്ത തന്നെയാണ്. കണ്ണീരോടെയാണ് അവരുടെ അവസാന നിമിഷങ്ങളുടെ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു CCTV ദൃശ്യത്തിൽ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഈ 2 കുഞ്ഞുങ്ങളും ആയിട്ട് പല സ്ഥലങ്ങളിലൂടെ അവർ കറങ്ങി നടക്കുന്നതിൻ്റെ ഒരു CCTV ദൃശ്യങ്ങളാണ്. അതിൽ ആ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ്, മൂത്ത കുഞ്ഞിനെ 7 വയസ്സ് മാത്രമാണ് പ്രായം, ആ കുഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ചാടി വളരെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടാണ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകുന്നത്. പക്ഷേ ആ കുഞ്ഞിനറിയില്ല മരണത്തിലേക്കാണ് നടന്നു കയറുന്നത് എന്ന്. എന്തൊക്കെ സ്വപ്നങ്ങൾ പേറി ഉയരേണ്ട അല്ലെങ്കിൽ ജീവിക്കേണ്ട ആളുകളാണിവർ. ഈ ജലാശയത്തിൽ പിടിഞ്ഞമർന്നിരിക്കുകയാണ് 4 ജീവനുകൾ. കേരളത്തിൻ്റെ മനസാക്ഷി ഒന്നാകെ നൊമ്പരപ്പെടുത്തുകയാണ്. പാലക്കാട് സ്വദേശിയായ നാരായണൻ, പായിപ്ര സ്വദേശിനിയും കാഴ്ച പരിമിതിയുള്ളവരുമായ ഭാര്യ വിജി, ഇവരുടെ 2 വയസ്സുള്ള ആൺകുഞ്ഞ്, 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു മൂത്ത മകൾ എന്നിവരടങ്ങുന്ന ഒരു കുടുംബമാണ് കടുത്ത ദാരിദ്ര്യത്തെ തുടർന്ന് ജീവിതം അവസാനിപ്പിച്ചത്. മരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ആരുടെയെങ്കിലും ഭീഷണിപ്പെടുത്തലോ ഒന്നുമല്ല, കടുത്ത ദാരിദ്ര്യം. ഇനി അവർക്ക് ജീവിതം മുൻപോട്ട് പോകാൻ ഒരു വഴിയുമില്ല. അങ്ങനെ അവസാനം മരണമാണ് വഴിയെന്ന് അവർ തീരുമാനിക്കുകയും മരണത്തിലേക്ക് ആ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി 4 പേരും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു വേദനയോടുകൂടിയല്ലാതെ നമുക്ക് ഈ വാർത്ത ഒരിക്കലും കാണാനോ കേൾക്കാനോ സാധിക്കില്ല. ചെറുവട്ടൂർ ലക്ഷ്മീട് നഗറിലെ വാടക വീട്ടിലായിരുന്നു 1 വർഷത്തിലേറെയായിട്ട് ഈ ഒരു കുടുംബം താമസിക്കുന്നത്. നാരായണൻ 51 വയസ്സാണ് പ്രായം. ഭാര്യ ഏകദേശം 90% അവർക്ക് കാഴ്ച പരിമിതിയുണ്ട്. ഭാര്യ വിജിമോള് 44 വയസ്സാണ്. 2 കുട്ടികൾ, ഒരാൾക്ക് 2 വയസ്സ്, മൂത്ത മകൾക്ക് 7 വയസ്സ്. ഇതാണ് അവരുടെ ഒരു കുടുംബം എന്ന് പറയുന്നത്. മരിക്കുന്നതിന് മുൻപ് അവർ ഓരോ ദേവാലയത്തിന് മുൻപിലും എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് എപ്പോഴും ഭർത്താവിൻ്റെ ഒരു സഹായമില്ലാതെ അവർക്ക് നടക്കാനായിട്ട് സാധിക്കില്ല. ഈ CCTV ദൃശ്യങ്ങളിലൊക്കെ തന്നെ അവർ ഭർത്താവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പുറകിലാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. ഒരു കുഞ്ഞിനെ എപ്പോഴും എടുത്തുകൊണ്ടും മറ്റു മകൾ അവർക്കൊപ്പം നടന്നുകൊണ്ടാണ് ഈ സ്ഥലങ്ങളെല്ലാം അവരെത്തിയിരിക്കുന്നത്. അവർ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് പല ദേവാലയങ്ങളും സന്ദർശിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ദൈവങ്ങളും അവർക്ക് മുന്നിൽ കണ്ണ് തുറന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാം. എണ്ണമില്ലാത്ത സ്വർണവും പണവും ഒക്കെ പല ദേവാലയ ഇടങ്ങളിലും ആർക്കും തൊടാനാവാതെ ഇരിക്കുന്നുണ്ട്. നിറഞ്ഞ കാണിക്ക വഞ്ചികളും ദേവാലയവും കൊടിമരങ്ങളും ചവിട്ടുപടികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞിട്ടും കുറേ കള്ളന്മാരെ സൃഷ്ടിക്കാം എന്നതിലുപരി അതുകൊണ്ട് നമുക്ക് ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് അതീവ ദുഃഖകരമാണ്. ദൈവത്തിന് എന്തിനാ സ്വർണവും പണവും ഒക്കെ? ഇതൊക്കെ ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്കായി വീതിച്ചു നൽകാൻ സാധിച്ചിരുന്നെങ്കിൽ ഇതുപോലെയുള്ള പട്ടിണി മരണങ്ങളും ദുരന്തങ്ങളും നമുക്ക് ഒഴിവാക്കാമായിരുന്നു. വളരെ നിർധന കുടുംബമാണ് ഇവരുടേതെന്നാണ് റിപ്പോർട്ടുകൾ. 10 വർഷത്തോളം കാലം പിണറായി സർക്കാർ കേരളത്തെ ഭരിച്ചപ്പോൾ അദ്ദേഹം അവസാന സർക്കാരിൻ്റെ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നു അതിദാരിദ്ര്യമുക്തമായി നമ്മുടെ കേരളം എന്ന് പറഞ്ഞത്. ആ ഒരു കേരളത്തിലാണ് ഈ ഒരു വാർത്ത. ദാരിദ്ര്യം കാരണം ഒരു കുടുംബം മുഴുവൻ, ഒരുപാട് പ്രതീക്ഷകളാവേണ്ട 2 കുഞ്ഞു മക്കളെയും കൂട്ടി ആ ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കേരളത്തിലാണ് ഒരു വകയുമില്ലാതെ ജീവിക്കാൻ ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്ത വാർത്ത പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന ഏത് അതിദാരിദ്ര്യമുക്തത്തിൽ പെടും എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. അവസാനമായി ഇവർ താമസിച്ചിരുന്നത് പോലീസ് ശരിയാക്കി കൊടുത്ത കോതമംഗലത്തെ ഒരു ലോഡ്ജിലായിരുന്നു. പോലീസ് തന്നെ പുതിയ വാടക വീടും ഒരുക്കി കൊടുത്തിരുന്നു. അവിടേക്ക് താമസത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന വാർത്ത കേട്ടത്. വാടക വീട് ഒഴിയേണ്ടി വന്നപ്പോൾ മറ്റൊരു വീടിനായി ശ്രമിച്ചെങ്കിലും ഇവർക്ക് ലഭിച്ചില്ല. അങ്ങനെ 1.5 ആഴ്ച മുമ്പാണ് ഇവർ കോതമംഗലം പോലീസിൻ്റെ സഹായം തേടിയത്. ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് കുടുംബമായിട്ട് എത്തുന്നു. പോലീസുകാരോട് തങ്ങളുടെ സ്ഥിതി അവർ വിശദീകരിക്കുന്നു. ജീവിക്കാനായിട്ട് ഒരു വഴിയുമില്ല, ഒരു വീട് കയറി കിടക്കാൻ പോലും ഒരു ഇടമില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ദയനീയാവസ്ഥ കണ്ട് അവിടെ പോലീസിൻ്റെ ചെലവിൽ തന്നെയാണ് ഇവർക്ക് താൽക്കാലിക താമസത്തിന് ഹൈറേഞ്ച് ജംഗ്ഷന് സമീപത്തെ ലോഡ്ജിൽ മുറിയെടുത്ത് നൽകിയത്. അതായത് ആ പോലീസുകാർ അവരവിടെ ഒന്നും തന്നെ നോക്കിയില്ല. അവരെല്ലാവരും അവരുടെ കൈകളിൽ നിന്ന് തന്നെ പണമെടുത്ത് ഒരു ലോഡ്ജിൽ അവരെ ആക്കുന്നു. കുട്ടികൾക്കടക്കം വസ്ത്രവും ഭക്ഷണവും മറ്റും വാങ്ങി നൽകുകയും ചെയ്തു. എന്താവശ്യം ഉണ്ടെങ്കിലും അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചിരുന്നു. ഫോണില്ലെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി നൽകാമെന്നും പറഞ്ഞിരുന്നു.
പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന ചെറിയ തുകയും മറ്റുള്ളവരുടെ സഹായവും കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നതെന്ന് പോലീസ് SHO പ്രശാന്ത് കുമാർ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് പോലീസിനെ സമീപിച്ച് സഹായം ചോദിക്കാറുണ്ടായിരുന്നു. പോലീസ് ഇടയ്ക്ക് ലോഡ്ജിൽ ഇവരുടെ ക്ഷേമാന്വേഷണം തിരക്കി എത്താറുമുണ്ടായിരുന്നു. സംഭവ ദിവസവും പോലീസ് എത്തിയപ്പോഴാണ് വ്യാഴാഴ്ച രാവിലെ മുറി പൂട്ടി പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പോയെന്ന് ലോഡ്ജിലെ ജീവനക്കാരൻ പറഞ്ഞത്. പുതിയ വാടക വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും എല്ലാം ആയാണ് പോലീസ് എത്തിയത്. അതായത് അവർക്കൊരു പുതുജീവൻ തുടങ്ങാനുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് കോതമംഗലം പോലീസ് അവരെ കാണാനെത്തുന്നത്. പക്ഷേ ആ കുടുംബം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ തങ്ങളാർക്കും ഈ ഭൂമിയിൽ മറ്റാർക്കും ഒരു ബാധ്യതയാകേണ്ട ആവശ്യമില്ല എന്ന് കരുതിയാകാം ഒരുപക്ഷെ അവർ മരണം തിരഞ്ഞെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥൻ SHO അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ഒരു നിമിഷത്തെ അവർക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ എല്ലാം അവർ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരു എപ്പോഴും നമ്മൾ പറയും നമ്മളെ തിരിഞ്ഞു നോക്കാനൊന്നും ആരുമില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള നല്ല മനുഷ്യരും നമ്മുടെ ലോകത്തുണ്ട്. പക്ഷേ അപ്പോഴേക്കും സമയം വൈകിട്ടാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഗ്രൂപ്പിൽ പിറവത്ത് നിന്ന് ഒരു സ്ത്രീയുടെയും കുട്ടിയുടെയും ചിത്രം കണ്ട് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഈ കുടുംബമാണെന്ന് മനസ്സിലായത്. ചെറുവട്ടൂരും പരിസരത്തുമായിട്ടാണ് 4 വർഷമായി വാടക വീടുകളിൽ താമസിച്ചിരുന്നതെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹന്ന UKG മുതൽ ചെറുവട്ടൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് 4 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് വെള്ളൂർ പിറവം പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലായി വിജിയുടെയും ഇളയ കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും നടത്തിയ തെരച്ചിലിൽ കഴിഞ്ഞ ഉച്ചയോടെ നാരായണന്റെ മൃതദേഹവും ലഭിച്ചു. എന്നാൽ ഇവരുടെ മൂത്ത മകൾ അവരുടെ 7 വയസ്സുകാരിയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇന്നലെയൊക്കെ തന്നെ തുടരുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ന് രാവിലെയാണ് ആ കുഞ്ഞിന്റെയും അവസാന മൃതദേഹം കിട്ടിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ ഇവരുടെ ശരീരത്തിൽ മറ്റു പരിക്കുകളോ സംശയാസ്പദമായ അടയാളങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മരണത്തിന് കീഴടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പിറവം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഐശ്വര്യ ഹോട്ടലിൽ നിന്നും ഇവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിൽ നാരായണൻ ഇളയ കുഞ്ഞിനെ തോളിലെടുത്ത് മൂത്ത മകളുടെ കൈ പിടിച്ച് നടക്കുന്നതും കാഴ്ച പരിമിതിയുള്ള വിജി മകളുടെ തോളിൽ പിടിച്ച് പിന്നാലെ പോകുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. കൂലിപ്പണിക്കാരനായ നാരായണന് സ്ഥിരമായ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. കോതമംഗലം ഭാഗങ്ങളിൽ താമസിച്ച് വിവിധ ക്ഷേത്രങ്ങളിലും മറ്റും പോയി നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇവർ ഏറെ കാലമായി കഴിഞ്ഞിരുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുന്നിൽ കാണുമ്പോൾ പരിതപിച്ചിട്ടോ അനുശോചനം അറിയിച്ച് പോസ്റ്റുകൾ ഇട്ടിട്ടോ കാര്യമില്ല. ദാരിദ്ര്യത്തെ തുടച്ചു നീക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും ഭവനങ്ങളില്ലാത്ത ആരുമില്ലെന്ന് അവകാശപ്പെടുമ്പോഴും നമുക്ക് മുന്നിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അഭാവം മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നത്. ഇനിയെങ്കിലും അർഹതപ്പെട്ടവർക്ക് ഒരു ഭവനം എന്ന സ്വപ്നം പൂവണിയുവാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്കും ആഗ്രഹിക്കാം. മാത്രമല്ല ഓരോ നാട്ടിലും പാവപ്പെട്ടവരെ സഹായിക്കാൻ പൊതുകൂട്ടായ്മകൾ ഉയർന്നു വരട്ടെ. ജാതിയും മതവും രാഷ്ട്രീയവും മാറ്റിവെച്ച് വേണം കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും.